കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. സത്യം സത്യം സത്യം. നേരത്തെ ആരെങ്കിലും വന്ന് കള്ളം പറഞ്ഞാ? ആക്ച്വലി എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ആഴ്ചയിലല്ല പ്രശ്നം, ഡെയിലി പ്രശ്നമാണ്. നമ്മളെ കല്യാണം കഴിച്ചതിന് ശേഷം ഡെയിലി പ്രശ്നം. എന്റെ ജഡേജ് നിങ്ങൾ മനസ്സിലാവും. നിർത്തിക്കോ. നിനക്കൊരു കാര്യം അറിയോ? ഇവിടെ രമേശ് പിഷാരടി പറയുന്ന കഥ അത് അടിയിന്ന് ഞാനാ എഴുതി അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നേ. എടാ നാറി, അപ്പൊ നീ ആയിരുന്നല്ലടാ ഈ പരിപാടിയുടെ റേറ്റിംഗ് കുറയ്ക്കാൻ നോക്കുന്നത്. ചുമന്ന ബ്ലൗസ് പീസ് ഒന്ന് എടുത്തേ. അല്ല അതിന് വേറെ വെറൈറ്റി ആയിട്ടുള്ള സാധനം ഇതേ അല്ല നീല പീസ് എടുത്താ. നീല പീസ് ആണല്ലേ ഇത്? ഇത് മതി. ഞാൻ അങ്ങോട്ട് എന്റെ മണ്ട വിളക്കായിട്ട് മണ്ണ് മാറ്റി പ്രായിട്ടോ അത്തരത്തിലൊരു പെണ്ണാണ് ഞാൻ. എന്തുവാ തണുപ്പിച്ചതാ മുളക്കെ അങ്ങോട്ട് വന്നോണ്ടല്ലേ കവാലം മുളക്കെ അടി മേടിക്കും. ചപ്രി ചൂടാവുക ഞാന്. അയ്യോ മറന്നുപോയി. എനിക്കൊരു ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ഒരു സിനിമാ നടന്റെ വോയിസ് അനുകരിക്കാൻ പറ്റും. സിനിമാ നടൻ ഇനി പഴയ ജനാർദ്ദനുണ്ട്. ഇവൻ തങ്കപ്പനല്ല പൊന്നപ്പൻ. ഇനി ജനാർദ്ദന്റെ വീട്ടിലെ പട്ടിയുണ്ട്. എങ്കിൽ നീ ആ വാതിലൊന്ന് പോയി തുറന്നു നോക്കി. എന്തിനാ? ഞാനും ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. ശരിക്കും? അവയുടെ ഒരു കാര്യം. വാവേ, ഇതെന്താ ഒരു വാഴ ഒരു സൈക്കിളൊക്കെ? കുട്ട, വാഴ കുലയ്ക്കും, സൈക്കിൾ ചലിക്കും, നീ ഇല്ലെങ്കിൽ എന്റെ ഹൃദയം നിലയ്ക്കും. അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ടാ. നാളെ സത്യം ഞാനിനി പറയില്ല. എന്റെ കണ്ണിലൊരു പൊടി പോയി. എന്താവേ? എന്റെ കണ്ണിലൊരു പൊടി പോയി. പെട്ടെന്ന് വീഡിയോ കോളി. പെട്ടെന്ന് അടുപ്പിച്ചു വെക്കാവേ. എന്തൊരു ശക്തി എന്റെ കുട്ടിന്റെ ശ്വാസത്തിന്. എന്റെ കൃഷ്ണമായി തെറിച്ചു പോയല്ലോ. ചേട്ടന്റെ ഫോൺ ഇഷ്ടമാണോ? ഈ ഫോണല്ലേ? അതെ അതെ. അയ്യോ ചേട്ടാ, ഞാൻ നമുക്ക് നമ്മളെ ഇഷ്ടം. ഈ മൊബൈൽ ഒരു കാര്യമില്ല. ഫണ്ണായിട്ട് നമുക്ക് നമ്മളെ ഇഷ്ടം. ക്യാമറ ഒന്ന് കട്ട് ചെയ്യണേ. എന്നാലേ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അയ്യോ വെക്കല്ലേ വെക്കല്ലേ. വാവേ, ഞാനും കൂടെ വരട്ടെ. ഞാൻ ആ സോപ്പ് വീട്ടിന്റെ അടുത്ത് ഒതുങ്ങിയിരുന്നോളാം. സോപ്പ് വീട്ടിന്റെ അടുത്ത് അങ്ങനെ ഒളിഞ്ഞിരിക്കാൻ കുട്ടൻ എന്താ ഒളിക്യാമറയാണോ? അതിന് ക്യാമറയിൽ നിന്റെ മുഖം പതിയില്ലല്ലോ. അതെന്താ? എന്റെ ഹൃദയത്തിൽ നിന്നും നിന്റെ മുഖം പറിച്ചെടുത്താലല്ലേ വേറെ എവിടെയെങ്കിലും പതിയുള്ളൂ. നീയല്ല മിയ? സിനിമയുടെ പേരാണോ? ആ, പൃഥ്വിരാജിന്റെ കൂടെ ഒരു സിനിമ പറയൂ. ശരി, ഒരു ഓപ്ഷൻ തരാം. അനാർക്കലി, പുഴു, രാവണപ്രഭു. അനാർക്കലി ഇത് ഒരു പടത്തിലില്ല. നിങ്ങൾക്ക് പിന്നൂത്താൻ പാടില്ലേ? നാട്ടുകാരുണ്ട് എന്തു പറയും? കുടുംബത്തിന്റെ പേര് കളയാൻ വേണ്ടിയിട്ടാണോ? എന്റെ പൊന്നൊക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു എന്റെ കുടുംബത്തിന്റെ പേര് വയറ്റി എഴുതി വെച്ചേക്കുവാന്ന്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് എനിക്ക് വിശേഷമായപ്പോഴത്തേക്കും എന്റെ അമ്മ വീട്ടിൽ പത്രോടാൻ പറഞ്ഞ ചെറുക്കനെ വരെ വിളിച്ചേക്കുന്നു മായയുടെ വയറുകാണലിന് പറഞ്ഞതിന്. ഇവനാണെങ്കിൽ ഒറ്റക്കാലി തുള്ളിക്കുന്നു. ഉത്സവത്തിനെ കാണാൻ പറ്റിയില്ല. ഇപ്പോഴെങ്കിലും ഒന്ന് കണ്ടേക്കാം.